السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين أجمعين. أما بعد، فيا أيها الناس أوصيكم وإياي أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട് അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന്, തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും നല്ല അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മനസ്സിൽ പേടിയുണ്ടാവുക എന്നുള്ളൊരവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മനസ്സിൽ, ഖൽബിൽ, ഹൃദയത്തിൽ പേടിയുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ ഈമാനിന്റെ ഒരു വെളിച്ചം നമ്മൾക്ക് കാണാൻ സാധിക്കും. പറയുന്നതിനപ്പുറത്ത്, കേൾക്കുന്നതിനപ്പുറത്ത് ഹൃദയത്തിൽ അള്ളാഹുവിനോട് പേടിയുള്ള ആളുകളുടെ സ്വഭാവവിശേഷണങ്ങൾ ആ രൂപത്തിലായിരിക്കും. ആ ഒരു പേടി നമ്മൾക്ക് അള്ളാഹുവിനോട് ഇല്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അരുതായ്മകൾ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കടന്നു വരും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളും അള്ളാഹുവിനോട് പേടിയില്ലാതെ ജീവിക്കുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഒരു പ്രധാനപ്പെട്ട അധ്യായമായി ഖൗഫ് പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ പേടിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. അത് നാവുകൊണ്ട് പറയുന്നതിനപ്പുറത്ത് ഹൃദയത്തിൽ ആ ഒരു പേടി ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു അറിവാണ്. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്ത് കിട്ടിയിട്ടില്ല എങ്കിലും അവന് വല്ലാതെ സൗഭാഗ്യങ്ങൾ ലഭിക്കും. കാരണം പേടി ഉണ്ടെങ്കിൽ തഖ്വ ഉണ്ടാകും. തഖ്വ ഉണ്ടെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുള്ളൂ. അള്ളാഹുവിനെ പേടിക്കുന്നവരും നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മുടെ നമസ്കാരത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇന്നതിന്റെ തുടർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എന്നും ബന്ധപ്പെടുന്ന ഒരു അമലാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ അത് നന്നാക്കാൻ നമ്മൾക്ക് കഴിയും. നിരന്തരമായി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നന്നായി നമ്മൾ ചെയ്താൽ നമ്മുടെ നിസ്കാരം വളരെ ഉഷാറാകും. മാത്രമല്ല അള്ളാഹുമായിട്ടുള്ള നമ്മളുടെ ബന്ധവും അത് രൂഢമൂലമാകാൻ നമ്മളുടെ നമസ്കാരം നന്നാക്കുന്നത് മൂലം നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമസ്കാരത്തിന്റെ ദിക്റുകൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിന്റെ അർത്ഥതലങ്ങൾ ആദ്യം പഠിക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ നിസ്കാരത്തിൽ നിന്നു. നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളതും അള്ളാഹുവിനോട് ബഹുമാനം കാണിക്കലാണ്. നിൽക്കുക എന്നുള്ള ആ കർമ്മവും അള്ളാഹുവിനോട് ബഹുമാനം കാണിക്കലാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നാവുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നതും ആ ഒരു അർത്ഥതലം നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. രാജാതിരാജനായ, മാലിക്കുൽ മുൽക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടായാൽ അതെത്ര നന്നാകുമെന്ന് ഞാനും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം. അള്ളാഹു നമ്മളൊക്കെ അത്തരത്തിൽ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പ്രാരംഭ പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞു. അതിൽ അല്ലാഹുമ്മ ബഅഇദ് ബൈനിയുടെയും അതുപോലെ തന്നെ വജ്ഹത്തുവിന്റെ ഒക്കെ അർത്ഥം നമ്മൾ സൂചിപ്പിച്ചു. കുറച്ച് മുസ്ലിമീ വരെയുള്ള വജ്ഹത്തുവിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അതുപോലെ ഇത് പുകഴ്ച്ചലിന് അർഹപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായും ആണ്. അള്ളാഹു പുകഴ്ച്ചലിന് അർഹപ്പെട്ട കാര്യം തന്നെയാണ്. അള്ളാഹു റഹ്മാനുമാണ്, റഹീമുമാണ്. പിന്നുള്ളത് മൂന്നാമത് പുകഴ്ത്താൻ ഫാത്തിഹയിലുള്ളത് മാലിക് യൗമിദ്ദീൻ,
മാലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ, രാജാവ്, അല്ല ഉടമസ്ഥൻ എന്നർത്ഥം നോക്കാം. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം. ദീൻ എന്ന് പറഞ്ഞാലോ? ദീൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഫലം നടത്തും. അവിടെ എന്താർത്ഥം? പ്രതിഫലം നടത്തും. കാരണം ദാന എന്നൊക്കെ പറഞ്ഞാൽ കൂലി കൊടുത്തു നടത്തും. എന്താർത്ഥമുണ്ട്? കൂലി കൊടുത്തു നടത്തുന്നു. അപ്പൊ അവിടെ ദീൻ നടത്തും. എന്താർത്ഥം? പ്രതിഫലം നടത്തും. അങ്ങനെ ഈ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ദീൻ അങ്ങനെ അർത്ഥമുണ്ട്. അള്ളാഹു ദയ്യാനാണെന്ന് പറയും. എന്താർത്ഥം? കൂലി എടുക്കുന്ന ആളാണ്, നമുക്ക് കൂലി തരും. ഇനി പരലോകത്തെ കുറിച്ചുകൂടി ഓർമ്മപ്പെടുത്താണ്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ആ ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും ഓർക്കണം തന്നെയാണ് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, കൂലി കൊടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മൾ കണ്ടതിനും കേട്ടതിനും പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും ഒക്കെ നമ്മൾക്ക് കൂലി കിട്ടാനുള്ള ഒരു ദിവസം വരാണ്. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം. അങ്ങനെ ഉണ്ടല്ലോ. ആരെങ്കിലും ആരെങ്കിലും ഒരു അണുമണി തൂക്കം ദർറത്തിന്റെ അളവിൽ അവൻ നന്മ ചെയ്താൽ ആ നന്മ അവൻ കാണുക തന്നെ ചെയ്യും. നമ്മളുടെ നാവിലൂടെ വന്നതൊക്കെ നമ്മൾ അള്ളാഹിന്റെ കൂലി ശിക്ഷയൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മളെ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ അപാകതകൾ അള്ളാഹു പുറത്തു തരട്ടെ. അങ്ങനെ ഒരു ദിവസം ഓർമ്മപ്പെടുത്താണ്. ആ ദിവസത്തിന് ഒരേ ഒരു ഉടമസ്ഥനേ ഉള്ളൂ. അതാരാണ്? അള്ളാഹുവാണ്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എല്ലാ ദിവസത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു തന്നെയല്ലേ? ഇപ്പൊ ഇന്നിന്റെയും നാളെയുടെയും റമദാനിന്റെയും ശവ്വാലിന്റെയും ശഅബാനിന്റെ ഒക്കെ ഉടമസ്ഥൻ ആരെന്നെയാണ്? അള്ളാഹു തന്നെയാണ്. എല്ലാ ദിവസങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹു തന്നെയാണ്. പിന്നെന്തിനാ അവിടെ പ്രത്യേകം ആ ദിവസം പ്രത്യേകം എടുത്തു പറഞ്ഞു? അതൊരു വല്ലാത്ത ദിവസം. ആ ദിവസം പ്രത്യേകം പറയുന്ന വേണം. കാരണം അന്ന് ഭൂമിയിലുള്ള രാജാക്കന്മാരൊക്കെ പത്തി മടക്കി തലതാഴ്ത്തിക്കുന്ന ഒരു ദിവസമാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം ആർക്കാണോ പരമാധികാരം എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ആ ചോദ്യത്തിന് മറുപടിയായി ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന രക്ഷിതാവിന് ആണ് ഇന്നത്തെ അധികാരം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസം ജീവിക്കേണ്ടത്. അതും നമ്മുടെ നിസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ ആലോചിച്ച് നിസ്കരിക്കേണ്ടതാണ് മാലിക് യൗമിദ്ദീൻ. നമ്മൾ എപ്പോഴും ആ ദിവസത്തിലേക്ക് പോകാനുള്ളവരാണ്. നമ്മൾ ഒരു ദിവസം കൂടുമ്പോൾ നമ്മൾ ആ ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ദിവസം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ആ ദിവസത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദിവസത്തിന് ഒരേ ഒരു ഉടമസ്ഥനേ ഉള്ളൂ, ഒരേ ഒരു മാലിക്കേ ഉള്ളൂ, അല്ലാഹു ആണ്. അങ്ങനെ ആ ദിവസത്തിൽ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ അവിടെ കൂടി കിട്ടുന്ന ഒരു ദിവസം നമ്മളൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മളൊരു ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന അല്ലെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹു ഒരു അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹ് എന്താ പറയാ? ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയും. അതെല്ലാരും പറയുമ്പോഴും പറയും. ഒരടിമ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ത് പറയും? അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും. ഒരടിമ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ കീർത്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ പറച്ചിലുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സറിഞ്ഞ് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറഞ്ഞ ഭാഗത്ത് മറുപടി ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ആലോചിച്ചാൽ നമസ്കാരത്തിന് ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ടാവും. നമ്മളിങ്ങനെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു, പക്ഷെ ഇതൊക്കെ ആലോചിക്കാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മളിത് ശീലിക്കാണ് വേണ്ടത്. ഒറ്റയടിക്ക് നിസ്കാരം നന്നാവുന്നല്ല പറയണത്. നമ്മുടെ നിസ്കാരത്തിൽ ഈ അർത്ഥതലങ്ങൾ തന്നെ നന്നായി നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ പൊതുവെ നന്നായി വരും. പക്ഷെ അത് നാളത്തെ ക്ലാസ് തൊട്ട് നമ്മൾ അതിന്റെ കർമ്മപരമായ വശങ്ങൾ പറയും. എങ്ങനെ നിൽക്കണം, എങ്ങനെ കാല് വെക്കണം എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഇത് അർത്ഥം ആലോചിച്ചാൽ, ഇതിന്റെ അർത്ഥം എങ്ങനെ ആലോചിച്ചാൽ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹം കൂടും. ഒരടിമ ഹമീദ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പുകഴ്ത്താണല്ലോ. അസ്ന അലിയ എന്നാണ് നമ്മൾ റഹ്മാൻ റഹീം. പുകഴ്ത്തൽ ആവർത്തിക്കുമ്പോഴാണ് അത് സനാ ആവുക. അങ്ങനെ സനാ എന്ന് പറഞ്ഞാൽ എന്താ? പുകഴ്ത്തൽ ആവർത്തിക്കുക, വായിച്ച. മജ്ദ് എന്ന് പറയുമ്പോൾ മാലിക് യൗമിദ്ദീൻ, ലോകരുടെ മുഴുവൻ ആ ദിവസത്തിൽ, പരലോക ദിവസത്തിൽ അവരെ ഉടമപ്പെടുത്തുന്ന ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ കീർത്തിപ്പെടുത്തുന്നു, അള്ളാഹുവിന് ഇല്ലാത്ത വിശേഷണം ചാർത്തി കൊടുക്കുന്നു. മാലിക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിശേഷണം, വലിയ വിശേഷണങ്ങൾ കൊണ്ട് പുകഴ്ത്തുമ്പോഴാണ് മജ്ദാവുക. അത് നമ്മൾ ഇങ്ങനെ അള്ളാഹിനെ പുകഴ്ച. എന്നിട്ടാണ് നമ്മൾ അള്ളാഹുവിനോടുള്ള കരാറ് പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നിനക്ക്, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നെ, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. ശരിക്ക് നഅ്ബുദുക എന്ന് അറബിയിൽ അർത്ഥം പറഞ്ഞാൽ തന്നെ, അറബി പറഞ്ഞാൽ തന്നെ നിന്നെ ആരാധിക്കുന്നു കിട്ടും. നഅ്ബുദുക എന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം കിട്ടും. നഅ്ബുദുക എന്ന് പറഞ്ഞ അർത്ഥം.
പിന്നെന്തിനാ ഇയ്യാക്കാന്ന് ആദ്യം പറഞ്ഞത്? നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞേ. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നതല്ലാതെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാനുള്ള വിഷയം, അതിനുള്ള കാരണം പണ്ഡിതന്മാര് പറയാണ്. അപ്പോ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് അറബി ഭാഷയിൽ അർത്ഥം കിട്ടും. അങ്ങനെ പറഞ്ഞാൽ എന്തിട്ടും നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് അർത്ഥം കിട്ടും. അപ്പൊ നമ്മളുടെ എല്ലാ ഇബാദത്തും ഇത് വല്ലാത്തൊരു പദമാണ്. ഈ ആയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ ആയത്ത് വിശദീകരിച്ച് 4 വാള്യമുള്ള ഗ്രന്ഥമുണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അതിന്റെ ദറജ വിശദീകരിച്ചുകൊണ്ട് മാത്രം 4 വാള്യങ്ങളിൽ ഗ്രന്ഥം എഴുതിക്കണം പണ്ഡിതന്മാര്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ഒറ്റ ആയത്തിൽ. അത്ര വലിയ ആയത്താണ് ഈ ആയത്ത്. അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നിന്നെ മാത്രമേ നസ്തഈൻ ഞങ്ങൾ സഹായം ചോദിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുകയുള്ളൂ. നഅ്ബുദു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും വന്നു. നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ തേട്ടങ്ങളും, നമ്മുടെ നിസ്കാരവും, നമ്മളുടെ നോമ്പും, നമ്മളുടെ ദിക്റും, നമ്മളുടെ ദുആവും, നമ്മളുടെ ഹജ്ജും, നമ്മളുടെ ഉംറയും, നമ്മളുടെ ഇസ്തിആനത്തും, നമ്മളുടെ ഇസ്തിഗാസത്തും, നമ്മൾ വരമേൽപ്പിക്കുന്നതും, നമ്മൾ ശരണം തേടുന്നതും ഒക്കെ ആരോട് മാത്രമായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു മാത്രമായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ ഇബാദത്തായി നമ്മൾ ചെയ്യുന്ന ഒന്നും അല്ലാഹു അല്ലാത്ത ആർക്കും നമ്മൾ കൊടുക്കൂല എന്നുള്ള പ്രഖ്യാപനമാണ് ഇയ്യാക നഅ്ബുദു. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് റിയാ ആകുന്ന രോഗം പോകത്തരെ. റിയാ ആകുന്ന രോഗം പോകും. റിയാ എന്ന് പറഞ്ഞാൽ എന്താ? ലോകമാന്യത, മറ്റുള്ളവരെ കാണിക്കാനല്ല നമ്മൾ നിസ്കരിക്കുന്നത്. നമ്മൾക്ക് പലപ്പോഴും റസൂലുള്ള പഠിപ്പിച്ച ഒരു രോഗമുണ്ട്. ഒരാൾ നിസ്കരിക്കുമ്പോൾ വേറൊരാൾ എടുത്തിട്ട് വരുമ്പോ അയാളുടെ മനസ്സിൽ ഓതിന അയാൾ ബക്കറ ഓതാണ്. എന്താ കാരണം? ഈ അപ്പുറത്തെ ആൾക്ക് അയാളുടെ എന്തുണ്ടായി? സ്വാധീനം ഉണ്ടായി. അപ്പൊ നമ്മളെ നിസ്കാരം ആരെ കാണിക്കാനായി? ഇയാളെ കാണിക്കാനായി. അതുവരെ വീട്ടിലൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ റുക്കുവൊക്കെ ഭയങ്കരമായ ഫാസ്റ്റിലും അങ്ങനെ പോയിരുന്ന ആള് എടുത്തൊരാളുണ്ടാവുമ്പോ എന്ത് ചെയ്യാണ്? അയാളുടെ റുക്കുവിനൊക്കെ തെക്കോ കൂടാണ്. അപ്പൊ അത് ആര് കാരണമാണ്? ആ വ്യക്തി കാരണമാണ്, ആ എടുത്തു വന്ന വ്യക്തി കാരണമാണ്. പക്ഷെ നമ്മുടെ ഇബാദത്ത് നമ്മൾ ആർക്ക് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടൂ? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നിസ്കാരം കാത്തുന്നത്. പക്ഷെ നിസ്കരിക്കാൻ ഇഖാമത്ത് റുബയൊക്കെ നീക്കാൻ കഴിയില്ല. കയ്യും കാലും തളർന്നു പോയി വിചാരിക്കാം. നമ്മളെ കൊണ്ട് ആവുന്ന അത്രയും നമ്മൾ ചെയ്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് കിട്ടണം. അത് നമ്മൾ എന്ത് വിഷയം വന്നാലും അള്ളാഹുവിനോട് ബലമേൽപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. ഞാൻ അടുത്ത ആയത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ഫാത്തിഹയിലെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഭാഗം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദി നീ വഴി കാണിക്കണം, ഞങ്ങൾക്ക് വഴി കാണിക്കണം. എന്തിലേക്കുള്ള വഴി കാണിക്കണം? സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ പാതയിലേക്ക് വഴി കാണിക്കണം. അതൊരു പദാണ്, നേരായ പാത, സിറാത്തുൽ മുസ്തഖീം. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ കുറെ പറയാം. സിറാത്തുൽ മുസ്തഖീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വിട്ടേച്ചു പോയ ദീൻ സിറാത്തുൽ മുസ്തഖീം, നമ്മുടെ ഖുർആൻ സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോഴേ പരലോകത്തുള്ള സിറാത്തിൽ നമുക്ക് നേരെ പോകാൻ പറ്റും. പരലോകത്തൊരു സിറാത്ത് ഉണ്ടല്ലോ, പരലോകത്തുള്ള സിറാത്ത് ഉണ്ട്, ആ പാലുണ്ട്. അത് കിടക്കണമെങ്കിൽ ദുനിയാവിൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ പല വഴികൾ നമ്മളുടെ മുമ്പിലുണ്ട്. പല ആദർശങ്ങൾ, പല സംഘടനകൾ, പല തീരുമാനങ്ങൾ, പലതും ഓതുന്നു, പലതും ഖുർആനും ഹദീസും ഒക്കെ ഉണ്ട്. അവിടെ ഒക്കെ നമ്മൾ രക്ഷപ്പെട്ട് അവിടെ എത്തണം, സിറാത്തുൽ മുസ്തഖീമിലായി ജീവിക്കണം. അതിനെന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിന് മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആൻ ഹദീസ് അതെങ്ങനെയാണോ മുൻഗാമികൾ പഠിച്ചത്, മനസ്സിലാക്കിയത്, അതിന് മുറുകെ പിടിച്ചു നിൽക്കുക. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അല്ലാഹ് നമുക്ക് ഹിദായത്ത് തരണം. എപ്പോഴും വേണം. ഇപ്പൊ എനിക്ക് ഹിദായത്ത് തരണം, ഞാൻ എന്താണ് അടുത്ത് പറയേണ്ടത്, എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത്, അവിടെ എനിക്കൊരു ഹിദായത്ത് വേണം. നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കണം, നിങ്ങൾക്കൊരു ഹിദായത്ത് വേണം. എങ്ങനെ നിസ്കരിക്കണം, അതിനൊരു ഹിദായത്ത് വേണം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് ഹിദായത്ത് കിട്ടണം. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, ഭാര്യമാരോട് എവിടെ നമുക്ക് എന്ത് കിട്ടണം? ഹിദായത്ത്. ഏത് സന്ദർഭത്തിൽ നമുക്ക് ഹിദായത്ത് കിട്ടണം. ഇപ്പൊ ഇനി എന്ത് ചെയ്യും? അടുത്ത കച്ചവടത്തിൽ എവിടെ നമുക്ക് ഹിദായത്ത്. ഹിദായത്ത് വല്ലാത്തൊരു പദാണ്. സത്യമായി മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഹിദായത്ത്. സത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള കഴിവാണ്. അത് എങ്ങനെ കിട്ടും? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഹിദായത്തിനെ കുറിച്ച്. നമുക്ക് അറിയണ കാര്യങ്ങളാണോ അറിയാത്ത കാര്യങ്ങളാണോ കൂടുതൽ? അറിയാത്ത കാര്യങ്ങളല്ലേ കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ട് അറിയാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്? ഇനി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? നമ്മൾ ചെയ്യാത്ത, വിട്ടേച്ചു പോയ ഒരുപാട് സൽക്കർമ്മങ്ങളില്ലേ? തന്നെയാണ് കൂടുതൽ. ഇതിലേക്കൊക്കെ ആരാ ഹിദായത്ത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് തരണം. നമുക്കറിയാത്ത അറിയിച്ചിരണം, മനസ്സിൽ ചിന്തിപ്പിക്കണം. ആ ചിന്ത നമ്മുടെ പ്രവർത്തനമായിട്ട് വരണം. പലർക്കും സദഖ കൊടുക്കാനൊക്കെ തോന്നും, പക്ഷെ സദഖ കൊടുക്കില്ല. എന്താ കാരണം? അപ്പത്തിന് ശൈത്താൻ പേപ്പിക്കും. പക്ഷെ അത് നമ്മൾ ചിന്തിക്കുന്ന നല്ല കാര്യങ്ങൾ പോലും നമുക്ക് പ്രവർത്തിക്കാൻ ആര് ഹിദായത്ത് തരണം? ആ നല്ലത് ചിന്തിക്കാൻ ഹിദായത്ത് കിട്ടണം, നല്ലത് ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കാൻ ഹിദായത്ത് കിട്ടണം, ആ ഉറപ്പിച്ചത് ചെയ്യാൻ എന്ത് കിട്ടണം? ഹിദായത്ത്. ഇതൊക്കെ ആര് തരണം? അല്ലാഹു തരണം. അതുകൊണ്ടാണ് നമ്മൾ എന്നും രാവിലും പകലും ഇല്ലാതെ നമ്മൾ എപ്പോഴും എന്ത് ചോദിക്കണത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചോദിക്കണം. ആ ഹിദായത്ത് ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ, അത് നമ്മൾ ആ ഹിദായത്ത് കിട്ടിയവർ ഉൾപ്പെടുത്തട്ടെ, ആ ഹിദായത്ത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകും. അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ഹിദായത്ത് ചോദിക്കും. മാത്രമല്ല നിസ്കരിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. കാരണം ഹിദായത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ തെളിച്ചം കിട്ടാത്ത പലതിനും നമ്മൾക്ക് എന്ത് കിട്ടും? വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തുറന്നു തരുമെന്നുള്ള വിഷയത്തിൽ ആരും സംശയിക്കണ്ട. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥന നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ മതി. തഖ്വ ഉണ്ടവർക്ക് ഹിദായത്ത് കിട്ടുള്ളൂ. നല്ല തഖ്വ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കും. അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് തരണേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ എന്നും പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അല്ലാഹു എന്തായാലും കൊടുക്കും. പക്ഷെ നമ്മൾ അർത്ഥം അറിഞ്ഞ് ചോദിച്ചാൽ മതി. നമ്മൾ ചോദിക്കുമ്പോ ഫാത്തിഹയിൽ ഈ അർത്ഥങ്ങളൊക്കെ ഉണ്ട് എന്ന് ആലോചിച്ച് വേണം നമ്മളത് പ്രാർത്ഥിക്കും. നമ്മുടെ മനസ്സിൽ ഇതിന്റെ ചെറിയ വശങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. ഇനി ആ സിറാത്തുൽ മുസ്തഖീമിനെ പറ്റി പറയണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്തല്ലദീന, ഒരു കൂട്ടം ആളുകളുടെ വഴിയാണ് ആ സിറാത്ത്. ആ വഴി എന്ന് പറയുന്നത്, ആ പാത എന്ന് പറയുന്നത്, അല്ലദീന അൻഅംത, നീ അനുഗ്രഹിച്ചിട്ടുണ്ട്, അലൈഹിം, അവരുടെ മേൽ നിഅമത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ നിഅമത്ത് ചൊരിഞ്ഞവരുടെ സിറാത്താണ് ആ സിറാത്ത്. അല്ലാഹ് അനുഗ്രഹം കൊടുത്തവർക്ക് ആ സിറാത്തിൽ പോകാൻ പറ്റുള്ളൂ. ആ സിറാത്തിൽ മുൻപന്തിയിലാണ് പ്രവാചകന്മാരുള്ളത്. ആ സിറാത്തിന്റെ മുൻപന്തിയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത്. ആ സിറാത്തിന്റെ മുൻപന്തിയിലാണ് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ സ്വഹാബികളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ സഈദുൻ വസഅദുൻ വബ്നു ഔഫിൻ വതൽഹത്തുൻ വആമീറു ഫിഹ്റിൻ വസുബൈറുൽ മുമദ്ദഹു, ഇവരൊക്കെ ആ സിറാത്തിലാണ്. ഇവരൊക്കെ അൻഅംത അലൈഹിമിൽ പെട്ടുപോയി. നമ്മളും അവരുടെ കൂടെ അതിൽ എത്തിപ്പെടണം. ആ സിറാത്തിലേക്ക് അല്ലാഹ് എത്തിക്കണേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപം നൽകപ്പെട്ടവർ, അല്ലാഹുവിന്റെ ദേഷ്യത്തിന് പാത്രമായവർ. മഗ്ദൂബി അലൈഹിം, കോപത്തിനിരയായവർ. അവരുടെ റൂട്ടല്ല അല്ലാഹുവേ, അവരുടെ സിറാത്തല്ല അല്ലാഹുവേ. ആരാണ് അല്ലാഹുവിന്റെ കോപം കിട്ടിയവർ? അള്ളാന്റെ കോപം കിട്ടിയവരെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ, അള്ളാന്റെ കോപം കിട്ടിയവരെന്ന് പറഞ്ഞാൽ പഠിച്ച അറിവ് ജീവിതത്തിൽ പ്രവർത്തിക്കാത്തവരാത്തിൽ അള്ളാന്റെ ദേഷ്യം കിട്ടുക. അള്ളാന്റെ കോപം കിട്ടുന്നവരാരാണ്? കുറെ പഠിച്ചു മാത്രമല്ല കേട്ടു, മനസ്സിലാക്കി, പക്ഷെ ജീവിതത്തിൽ അമലില്ല, പ്രവർത്തിക്കൂല. സത്യം മനസ്സിലാക്കി പക്ഷെ പിൻപറ്റാൻ വേണ്ടി. നമുക്കറിയാം ഇതാണ് സുന്നത്ത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് റസൂലുള്ള, ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഒക്കെ നമുക്കറിയാം. അറിഞ്ഞിട്ടും ചെയ്യാത്തവർക്ക് അള്ളാഹുവിന്റെ കോപം ഉണ്ടാവുന്നത്. അറിഞ്ഞിട്ടും ചെയ്യാത്തവർ അതിന് മുൻപന്തിയിലായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെയുള്ള ജൂതന്മാരെ. അതുപോലെ റസൂലുള്ള ഈ മഗ്ദൂബി അലൈഹിം വിശദീകരിച്ചത് യഹൂദ് എന്നാണ്. കാരണം എന്താ? അവർക്ക് റസൂലുള്ളാഹിന്റെ സത്യം അറിയാം, റസൂലുള്ളാഹിയാണെന്ന് അറിയാം, പക്ഷെ അത് പ്രവർത്തിക്കാൻ അവർ തയ്യാറായില്ല. നമ്മളും തന്നെ ഈ ഉമ്മത്തിൽ ആരൊക്കെ ഇങ്ങനെ ഉണ്ടോ പഠിച്ചറിവ് ജീവിതത്തിൽ പകർത്താത്തുണ്ടോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പറയുമ്പോ പേടിയുണ്ട്. പഠിച്ചറിവ് ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കും. അള്ളാന്റെ കോപം കിട്ടുക എന്നുള്ളതിനേക്കാളും വലുത് എന്താണ് മക്കളെ ഉള്ളത്? എന്താണ് സുഹൃത്തുക്കളുള്ളത്? അള്ളാന്റെ കോപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടു. അള്ളാഹുവിന് ദേഷ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നശിച്ചു. അള്ളാന്റെ ദേഷ്യം കിട്ടാതിരിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, നമ്മൾ പഠിക്കുന്ന ഇസ്ലാമികപരമായ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉണ്ട് എങ്കിൽ അള്ളാന്റെ ദേഷ്യം കിട്ടും. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, വഴി വിയച്ചവരുടെ സിറാത്തിലുമല്ല അല്ലാഹ്. അൻഅംത അലൈഹിന്റെ സിറാത്തിൽ മാത്രമേ പറ്റുള്ളൂ. വഴി വിയച്ചവരുടെ സിറാത്തിലാക്കരുത്. വഴി വിയച്ചവർ കൊല്ലാന്ന് പറഞ്ഞ വഴി തെറ്റിപ്പോയി, നേരെ പോണ്ട വഴിയിൽ പകരം വഴി തെറ്റിപ്പോയി, വഴി വയച്ചു. ഈ നേരാവയിലേക്ക് വരണമെങ്കിൽ അതെങ്ങനെ വഴി വയക്കാം? വഴി വയക്കാനുള്ള കാരണം ഒന്ന്, അവർ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. 2 കൂട്ടം ആളുകൾ, 3 കൂട്ടം ആളുകളാണ് നമ്മുടെ മൊത്തം ലോക ജനത മുഴുവൻ എടുത്ത 3 കൂട്ടം ആളുകളെ ഉണ്ടാവുള്ളൂ. ഈ 3 കൂട്ടം ആളുകളെ പറ്റിയും ഫാത്തിഹയിലുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം നാഫിയായ അറിവ് പഠിച്ചു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയ ഖുർആനും ഹദീസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ആ പഠിച്ചത് ജീവിതത്തിലുണ്ട് എങ്കിൽ അവർ അൻഅംത അലൈഹിൽ പെട്ടു.
രണ്ടാമത്തെ വിഭാഗം പഠിച്ചു മനസ്സിലാക്കി, പക്ഷെ ജീവിതത്തിൽ ചെയ്യാൻ ഭയങ്കര മടിയാണ്, അത് ചെയ്യൂല, നിരാകരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം കുറെ ചെയ്യും, പക്ഷെ ചെയ്യുന്നതിന് കൃത്യമായ അറിവൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെയാണ് ചെയ്തു. ഇപ്പൊ വിദഈ കക്ഷികളൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുക, കുറെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെയാണ് ചെയ്തു കൂട്ടാൻ, ചെയ്താൽ മതി, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ മതി, പക്ഷെ അതിന് റസൂലുള്ളാഹിന്റെ പിൻബലൊന്നും ഉണ്ടാവില്ല. ഇത് ഒന്നിലും നമ്മൾ പെടരുത്. നമ്മൾ പെടേണ്ടത് ഒന്നാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ആ മിഷ്കാത്തിൽ നിന്ന്, ആ ഒരു വിളക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ, ആ വിളക്കുമാളത്തിൽ നിന്ന് കിട്ടിയ അറിവ്, ആ അറിവ് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം. ശരിക്കും ഇതിന് അറിയാൻ വലിയ പണിയില്ല, പ്രവർത്തിക്കാനാണ് എന്ത് പണി. നമ്മൾ ഉസ്താദുമാർ എപ്പോഴും നമ്മളെ പഠിപ്പിച്ച ഒരു കവിത ഞാൻ ഇങ്ങനെ ആലോചിക്കാണ്. ഇദാ കുൻത ലാ തദ്രി ഫതിൽക മുസീബത്തുൻ. നിനക്കൊരു വിഷയം അറിയില്ല എങ്കിൽ അതൊരു മുസീബത്താണ്. അറിയില്ലല്ലോ, അറിയാത്ത ഭയങ്കര പ്രശ്നമാണ്. പഠിച്ചു കഴിഞ്ഞാലോ മുസീബത്ത് അതിനേക്കാൾ വലുതാണ്. കാരണം എന്താ? അതനുസരിച്ച് ജീവിക്കണം. നമ്മൾ വെറുതെ കേട്ടു പോയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഒരു ഹദീസാണ് കേട്ടത്, ഒരായത്താണെന്ന് ഓതിയത്, ഫാത്തിഹയിൽ ഒറ്റ ആയത്തെ ഓതിയിട്ടുള്ളൂ. ആ ആയത്തിൽ നിന്ന് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കിട്ടി, പിന്നെ അത് പ്രാവർത്തികരിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആയത്ത് പഠിച്ചപ്പോ അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമ്മൾ മനസ്സിലാക്കി. അതൊരു അറിവാണ്. അത് റസൂലുള്ളാഹി ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച അറിവാണ്, അല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ച അറിവാണ്. ആ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടും. നമ്മൾ കിട്ടിയിട്ട് നമ്മൾ അതിനെ നിരാകരിക്കുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ ചെന്നുപെടും എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, 17 തവണ നിർബന്ധമായും നമ്മളിത് ചൊല്ലുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ നമ്മൾ ഫാത്തിഹ ചൊല്ലലുണ്ടോ? ചൊല്ലലില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാത്തിഹക്ക് നല്ല മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഫാത്തിഹ സൂറത്ത് ഷിഫ എന്ന് ഫാത്തിഹക്ക് അർത്ഥം, പിന്നെ പേരുണ്ട്. എന്താണ്? ശമനത്തിന്റെ സൂറത്ത്. നമ്മുടെ ഫാത്തിഹ ഓതി ഊതലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കലുണ്ട്. ഫാത്തിഹ കൊണ്ടുള്ള ചികിത്സയിൽ പ്രധാനപ്പെട്ടതാണ് ആത്മീയമായ ചികിത്സ. നമ്മുടെ മനസ്സിനുള്ള അള്ളാഹിനെ കുറിച്ച് നമുക്ക് അറിവില്ലായ്മ, അതിന് ഫാത്തിഹ ചികിത്സ കിട്ടും. ഫാത്തിഹ കൊണ്ട് ചികിത്സ. നമ്മൾ പല തെറ്റുകളിലേക്കും പോകുന്നുണ്ട്. എത്ര വാദം എടുക്കുന്ന കാര്യമില്ല. നമ്മളെ ഗെയിം കളിക്കണം, നമ്മൾ വീണ്ടും കളിക്കലുണ്ട്. അതേപോലെ നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നു, പിന്നെ റിലീസിനൊക്കെ പോകലുണ്ട്. നമ്മൾ പിന്നെയും ഹറാമ് കാണലുണ്ട്. ഫാത്തിഹ നമുക്ക് ഫലം ചെയ്തിട്ടില്ല, ആ മരുന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഫലം ചെയ്തിട്ടില്ല. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ തന്നെ ഒരാളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച അല്ലാത്തൊരു സൂറത്താണ് ഫാത്തിഹ. കാരണം ഒരു സഹാബി പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വഹാബിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് ഞാൻ നിന്നെ പഠിപ്പിക്കും. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്. അയാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ വല്ലാത്തൊരു നിധിയായി മനസ്സിലാക്കി. ആ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ അതിന് സ്വാധീനം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിഹയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ പർപ്പുർസാന്റെ ക്ലാസ് കഴിഞ്ഞല്ലോ. ഇനി അതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാം. ഒരു വിഷയം കൂടി മാത്രം പറയണം. 1, 2, 3 വിഷയങ്ങൾ പറയാനുണ്ട്. ഫാത്തിഹയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കും? ഇപ്പൊ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ് ചോദ്യം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ എന്നാണ് പ്രാർത്ഥന ഉള്ളത് അതിന് ഫാത്തിഹയിൽ. അപ്പൊ അതിന് മുമ്പുള്ള കാര്യങ്ങളോ അതൊക്കെ ആമുഖങ്ങളാണ്. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോഴും അതൊരു അദബാണ്. നമ്മൾ എങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക? നേരെ പോയി ചോദിക്കല്ല. ചോദിക്കുമ്പോ അള്ളാഹിനെ പുകഴ്ത്ത, അല്ലാഹുവേ നീ സർവ്വലോക രക്ഷിതാവാണ്, നീ റഹ്മത്തുള്ളവനാണ്, നീ റഹ്മാനും റഹീമുമാണ്, നീ ഈ പ്രതിഫല ദിവസം, ആ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് റബ്ബേ, മാലിക്കാണ് നീ. ഇങ്ങനെ അള്ളാഹിനെ പുകഴ്ത്തി പ്രാർത്ഥിച്ചാൽ കണ്ട ഉത്തരം കിട്ടും. അള്ളാഹിനെ പുകഴ്ത്തി വെക്കൊണ്ട്, അള്ളാഹിനെ പുകഴ്ത്തി പ്രാർത്ഥിക്കും. നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അദബുകളുണ്ട്. ഫാത്തിഹ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അദബാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞ്, അള്ളാഹുവേ നീ ബസീറാൻ, അള്ളാഹുവേ നീ എന്റെ എല്ലാ വശങ്ങളും കാണുന്നവനാണ്, അള്ളാഹുവേ നീ അലീമാൻ, എന്റെ എല്ലാ സങ്കടങ്ങളും നീ അറിയുന്നവനാണ്, അള്ളാഹുവേ നീ സമീഅൻ, ഞാൻ പറയുന്നത് കൃത്യമായി നീ കേൾക്കുന്നവനാണ്, അള്ളാഹുവേ എന്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്നവൻ. അങ്ങനെ അള്ളാഹ് ഗഫൂറാണ്, അഫൂവാണ്, റഹ്മാനാണ്, റഹീമാണ്, ഹഫീദാണ്, ഷഹീദാണ്, ലത്തീഫാണ്, ഖബീറാണ്. അങ്ങനെ തുടങ്ങി അള്ളാഹിനെ പുകഴ്ത്തി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച, അള്ളാഹിനെ പുകഴ്ത്തുന്ന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ റബ്ബാണ്, നമ്മുടെ രക്ഷിതാവാണ്. സൃഷ്ടിയെയും സൃഷ്ടാവിനെയും ഒരിക്കലും തുലനം ചെയ്യരുത്. നമ്മൾ സൃഷ്ടികളാണ്. സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു ഏറ്റവും വലിയ അപകടമാണ്. നമ്മൾ മനുഷ്യന്മാരെ കാണുന്ന പോലെ ആരെ കാണരുത്, അള്ളാഹിനെ കാണരുത്. സൃഷ്ടികളെ കാണുന്ന പോലെ അള്ളാഹിനെ കാണരുത്. അള്ളാഹു എവിടെ കിടക്കുന്നു, മനുഷ്യന്മാരെവിടെ കിടക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവേ നീ അല്ലാമുൽ ഗുയൂബാണ് റബ്ബേ, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ്. അങ്ങനെ അള്ളാഹിനെ പുകഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടും.
പിന്നെ ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾ എടുത്ത് നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ പറയുന്ന സൽക്കർമ്മങ്ങൾ എടുത്ത് നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന് അള്ളാഹുവേ ഞാൻ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്, അത് മുൻനിർത്തി അള്ളാഹിനെ നമുക്ക് ചോദിക്കാം. അത് ശരിയായ തവസ്സുലാണ്. അള്ളാഹു റസൂൽ പഠിപ്പിച്ചൊരു തവസ്സുലാണ്. അതെന്ത്? നമ്മുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. അള്ളാഹു ഞാൻ അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തു, ഇനി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപകടം മാറ്റിത്തരണം. നല്ല ഇഖ്ലാസോട് കൂടിയാണ് ചെയ്തതെങ്കിൽ അള്ളാഹു മാറ്റിത്തരും. നല്ല ഇഖ്ലാസോടുകൂടിയായിരിക്കും. അതിന് ഗുഹാവാസികളുടെ ചരിത്രമുണ്ട്, നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. എന്തായാലും നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങളോട് പറയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നും കൂടി മുൻനിർത്തിയാണ് നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന നമുക്ക് ആ ഹിദായത്ത് കിട്ടും. സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുപോയ എല്ലാ അപാകതകളും മാറ്റി. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു വല്ലാത്ത സഹാബിയാണ്. ജുൻദൂബ് ബിൻ ജുനാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്റെ നാടിന് മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, യാത്രക്കാരെ കൊള്ളയടിച്ചിരുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു. അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി റളിയല്ലാഹു അൻഹു അല്ലാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലും വന്നത് ഈ ഹിദായത്താണ്, റസൂലുള്ളാഹിയോടുള്ള സഹവാസമാണ്. അപ്പൊ നമുക്കത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഫാത്തിഹ ഓതി കഴിഞ്ഞ് നമ്മൾ നിസ്കാരത്തിന്റെ അടുത്ത ഭാഗം എന്താ? ആമീൻ പറയും അല്ലെ? ആമീൻ പറയും. എന്താണ് ആമീൻ എന്ന് അർത്ഥം? ആമീൻ. എല്ലാവരും ആമീൻ പറയണം. അല്ല, ആമീന്റെ അർത്ഥം അല്ലാഹുവേ നീ ഞങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യണമേ എന്നാണ് അർത്ഥം. അല്ലാഹുവേ നീ ഞങ്ങളുടെ പ്രാർത്ഥന ഉത്തരം ചെയ്യണം എന്നാണ് അർത്ഥം. ഉത്തരം ചെയ്യണം എന്നാണ് ആമീൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം. അത് നമ്മൾ ചൊല്ലും. പിന്നെ നമ്മളൊരു സൂറത്തോ അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് എളുപ്പമുള്ള ഒരു ഭാഗം ഓതുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്കറിയുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ ഒരുപാട് ഓതാറുണ്ട്. നമുക്കറിയുന്ന സൂറത്തുകൾ തന്നെ അർത്ഥറിഞ്ഞു ഓതുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള ബഹുമാനം നമുക്ക് വർദ്ധിക്കും. കാരണം ഖുർആൻ അള്ളാഹിന്റെ സംസാരമാണ്. ആ സംസാരം ഉറപ്പായിട്ട് മനുഷ്യരിൽ സ്വാധീനം ഉണ്ടാക്കും. ഉറപ്പായിട്ട് സ്വാധീനം ഉണ്ടാക്കും. നമുക്ക് മടുപ്പ് ഉണ്ടാവരുത്. നമ്മൾ പലപ്പോഴൊക്കെ തലറായി നിസ്കരിക്കുമ്പോൾ കുറച്ചോനെ ഇമാമിന് എപ്പോഴാണ് നിർത്തുക, നമുക്ക് വീട്ടിലൊക്കെ പോണ്ടേ, കുറച്ച് ഓതിയാ പോരെ, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് തോന്നാനുള്ള കാരണം എന്താ? നമുക്ക് ആ നിസ്കാരം നമ്മുടെ കൽബിൽ കയറിയിട്ടില്ല എന്നുള്ളതല്ലേ. റസൂലുള്ളാഹിയെ പറ്റി പറയുന്നത് കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റസൂല് അവ്വലുൽ ലൈലി ഉറങ്ങും എന്ന് പറഞ്ഞാൽ അവ്വലുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ആദ്യ ഭാഗം ഉറങ്ങുകയാണ് ചെയ്യുക. റമദാനല്ല പറഞ്ഞത്, പൊതുവെയുള്ള റസൂലുള്ളാഹിന്റെ ശൈലി. ആദ്യ ഭാഗം ഉറങ്ങും എന്ന് പറഞ്ഞാൽ ഇശ കഴിഞ്ഞ ഉടനെ റസൂൽ എന്ത് ചെയ്യണം? പൊതുവെ കിടക്കാറാണ് പതിവ്. എന്തെങ്കിലും കാര്യങ്ങളില്ല റസൂൽ കിടക്കാറാണ് പതിവ്. എന്നിട്ട് പകുതി ആവുമ്പോ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. എന്നിട്ട് നിസ്കരിക്കും. ആയിഷ ബീവി പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലിൽ പഴുപ്പ് വരുന്നത് പോലെ നീര് കെട്ടി നിസ്കരിക്കാറുണ്ട്. നീര് കെട്ടി നിസ്കരിക്കാറുണ്ട്. ശരിക്കും അതൊരു അത്ഭുതമാണല്ലോ. കാരണം നമുക്ക് തന്നെ കുറെ നേരം നിൽക്കുമ്പോ എത്ര മണിക്കൂർ റസൂൽ നിൽക്കുന്നുണ്ടാവും. നമുക്ക് എന്തുകൊണ്ടാണ് നിൽക്കാൻ കഴിയാത്ത? റസൂലുള്ളാഹിക്ക് ആ വേദന റസൂലിനെ മറന്നുപോയി. നീരിന്റെ വേദനയൊക്കെ മറന്നുപോയി. ആ വേദനയൊക്കെ റസൂലിനെ മറന്നു. നമുക്കിതൊന്നും മറക്കാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ ഹൃദയത്തിൽ നിസ്കാരം കയറിയിട്ടില്ല. നമ്മൾ അള്ളാഹുവിന്റെ ആ ഓതുന്ന ആയത്തുകളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ കയറിയെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫാത്തിഹ തന്നെ ഒന്ന് ആലോചിച്ച് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാന്നുള്ള ആ ബഹുമാനം കാണിച്ച് നിൽക്കുമ്പോൾ എത്ര നിന്നാലും നമുക്ക് മതിയാവില്ല. കാരണം അന്ന് നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യാനുള്ള ശുക്ർ നമ്മൾ എത്ര ചെയ്താലും ഉണ്ടാവില്ല. തികയില്ല. അത്രങ്ങാനും നമുക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാനുണ്ട്. അള്ളാഹ് നമുക്ക് എന്ന കണ്ണിന്റെ അനുഗ്രഹം കണ്ണില്ലാതാവുമ്പോഴെ മനസ്സിലാവാന്ന് പറയില്ലേ? കണ്ണു പോയാലേ കണ്ണിന്റെ വില മനസ്സിലാവുക. അത് അള്ളാഹ് നമുക്ക് നിഅമത്തുകൾ എത്രയാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? പറ്റൂലല്ലോ. നിങ്ങൾക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. എണ്ണി നോക്കിയാൽ അത്ര നിഅമത്ത് നമുക്ക് റബ്ബ് ചെയ്യുന്നു. ആ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് നിസ്കരിച്ച് നേരെ കുറെ നമ്മൾ നിസ്കരിക്കുന്നതിന് മടുപ്പ് വരിക. നമ്മൾ ഓടുകയാണ്. നമുക്ക് നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എണീറ്റ് പോവാണ്. നമുക്ക് റബ്ബിനോട് ശുക്ർ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലില്ല. ആ ശുക്ർ എന്നുള്ള ഒരു ഭാഗം കൂടി നമ്മുടെ മനസ്സിലാണ്. നന്ദി ചെയ്യുക എന്നുള്ള ഭാഗം കൂടി നമ്മുടെ മനസ്സിൽ നമ്മൾ നിസ്കാരം ഉഷാറാവും. നന്ദി കാണിക്കാൻ, എന്റെ റബ്ബിന് നന്ദി കാണിക്കാൻ എന്നുള്ള മനസ്സ് കൂടി നമുക്ക് വരണം. ആ സൂറത്തുകൾ ഓതുമ്പോൾ പരമാവധി നമ്മുടെ സൂറത്തിന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കണം. നമുക്കതിന് സമയം ഉണ്ടാക്കുക. ജീവിതത്തിൽ ഒരു സമയം ഖുർആൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഖുർആന്റെ അർത്ഥം പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. കാരണം ഖുർആൻ നമുക്ക് അള്ളാഹു അവതരിപ്പിച്ച് തന്നത് അതിന്റെ അർത്ഥം പഠിക്കാനാണ്. അതിന്റെ അർത്ഥം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. ഒരു സമയം കൃത്യമായ ഒരു പണ്ഡിതന്റെ അടുത്ത് നിന്ന് പഠിക്കണം. നമ്മൾ സ്വയം അർത്ഥം വായിച്ച് നമ്മൾ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ അർത്ഥം വായിക്കണം, പക്ഷെ നമ്മുടെ വക വ്യാഖ്യാനങ്ങൾ ഉണ്ടാകരുത്. അത് ശരിയാണോ എന്ന് ആരോട് ചോദിക്കണം?
പണ്ഡിതന്മാരോട് ചോദിച്ചു, ഉസ്താമാരോട് ചോദിച്ച് ക്ലിയർ ആക്കി അങ്ങനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഇരിക്കണം. എന്നിട്ട് ഓരോ ആയത്ത് വരുമ്പോഴും നമ്മൾ ചില ആയത്തുകൾ കരയിപ്പിക്കണം. സുൽസിലത്ത് നമ്മളെ പരലോകം ഓർമ്മിപ്പിക്കണം, ഖിയാമത്ത് നാൾ ഓർമ്മിപ്പിക്കണം. അതേപോലെ ഖാരി ഓതുമ്പോൾ ഖിയാമത്ത് നാൾ ഓർക്കണം, അൽഹാഖും മുത്തക്കാസിർ ഓതുമ്പോൾ ഖബർ ഓർമ്മ വരണം. അങ്ങനെ വല്ലാസ് ഓതുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഓർമ്മ വരണം. അങ്ങനെ എല്ലാ സൂറത്തുകളും ഓതുമ്പോഴും ബഖറയിലുള്ള ഒരുപാട് ഭാഗങ്ങളുടെ നബിമാരുടെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടണം, മനസ്സിന് സന്തോഷം കിട്ടണം. നമ്മൾ പലതിനും സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഖുർആൻ പഠിക്കാനും സമയം കണ്ടെത്തിയാൽ നമ്മുടെ നിസ്കാരം ഉഷാറാവും. അപ്പൊ സൂറത്തുകളെ പറ്റി പ്രത്യേകം സൂറത്ത് ഓതണില്ല, കാരണം പല സൂറത്തുകളും പലരും ഓതലുണ്ടല്ലോ. അപ്പൊ സൂറത്ത് ഓതിക്കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഭാഗം എന്താ? റുക്കോയിലേക്ക് പോകും. റുക്കോയില് നമ്മൾ പറഞ്ഞു നിൽക്കൽ ഒരു ബഹുമാനാണ്. നിന്ന് കൈ കെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കൽ ബഹുമാനം കാണിക്കലാണ്. പദം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ബഹുമാനം കാണിക്കുന്നുണ്ട്, സ്നേഹം കാണിക്കുന്നുണ്ട്, ഫാത്തിഹ ഓതി പ്രാർത്ഥിക്കുന്നുണ്ട്, വിനയം കാണിക്കുന്നുണ്ട്, ഖുർആൻ ഓതി നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള പേടി രൂഢമാവുന്നുണ്ട്. അതേപോലെ തന്നെ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? അള്ളാഹ്ക്ക് ബഹുമാനം കാണിക്കാന്നുണ്ടാവണം. ഇനി നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കോയിലേക്ക് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? നിൽക്കുന്നതിനേക്കാൾ വലിയ ബഹുമാനാണ് കുമ്പിട്ട് എന്ത് കാണിക്കുക? ബഹുമാനം കാണിക്കുക. റുക്കൂ വല്ലാത്തൊരു ബഹുമാനം കാണിക്കലാണ്, തഅ്ളീമാണ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തലാണ് റുക്കൂ. ആ റുക്കൂവിന്റെ പ്രവൃത്തി കൊണ്ടല്ലേ, വാക്കുപോട്ടെ, റുക്കുവിന്റെ പ്രവൃത്തി കൊണ്ടല്ലേ ബഹുമാനം കാണിക്കണം. പക്ഷെ നമ്മളൊന്നും പൊതുവെ നമ്മുടെ റുക്കുകൾ അങ്ങനെ ആലോചിക്കാറില്ല എന്നുള്ളൊരു സത്യമാണ്. നമ്മുടെ റുക്കു അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ അള്ളാന്റെ മുമ്പിൽ കുമ്പിടുമ്പോ അള്ളാഹ്ക്ക് ബഹുമാനം കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊതുവെ നമ്മുടെ നിസ്കാരത്തിലെ കളികളും ചലനങ്ങളും കുറയും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാട്ടി കുറെ ഇങ്ങനെ കുടഞ്ഞു ഇതാക്കി അതൊക്കെ കുറയും. കാരണം അതൊക്കെ അള്ളാഹിനോടുള്ള ബഹുമാനം കാണിക്കല. നമ്മൾ ബഹുമാനമുള്ള ഒരാളെ മുമ്പിൽ വന്നാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കാട്ടിക്കൊല്ലല്ലോ. കാരണം നമ്മൾ അള്ളാഹിന്റെ മുമ്പിലാണ് നിൽക്കണം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകും. റുക്കു ഒരു ബഹുമാനം കാണിക്കലാണെന്ന് മനസ്സിൽ കൊണ്ടുവരിക. റുക്കോയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ സുബ്ഹാന റബ്ബിയൽ അസീം ചൊല്ലുന്നവര്, സുബ്ഹാന റബ്ബിയൽ അസീം ചൊല്ലുന്നവര്, ഒരാളെ എത്ര ചൊല്ലുള്ളൂ? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അത് ചൊല്ലുന്നവരോ? കുറച്ചുകൂടെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി ചൊല്ലുന്നുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ചൊല്ലുന്നുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു ഒരാള് ചൊല്ലുന്നുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅലക സമഇ വബസരി വമുഖി വഅദമി വബസരി എന്നൊക്കെ പറഞ്ഞൊരു ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലുന്നവരുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, അതാരും ചൊല്ലുന്നുണ്ട്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. അങ്ങനെ ഒരുപാട് ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പൊതുവെ എല്ലാവരും ചൊല്ലല് സുബ്ഹാന റബ്ബിയൽ അസീം ചൊല്ലലുണ്ട്. അതിന്റെ കൂടെ വബിഹംദിഹി ചൊല്ലലുണ്ട്. സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. സ്വഹീഹായ റിപ്പോർട്ടിലുണ്ട് സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. എന്താ അതിന്റെ അർത്ഥം? ആ അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ അജ്ലാലിൽ കൂടി ചെന്നിട്ട് നിർത്താം. സുബ്ഹാന റബ്ബിയൽ അസീം. സുബ്ഹാന എന്ന് പറഞ്ഞ അർത്ഥം സുബ്ഹാന റബ്ബിയൽ അസീം. തസ്ബീഹിന് നമ്മൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുമ്പോൾ, തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യാതൊരുവിധ ന്യൂനതകളുമില്ല, കുറവുകളുമില്ല എന്നുള്ള പ്രഖ്യാപനാണ് തസ്ബീഹിലുള്ളത്. പൊതുവെ തസ്ബീഹിൽ അതാണുള്ളത്. തസ്ബീഹ് അറബി ഭാഷയിൽ സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്നൊക്കെ അർത്ഥം. സബഹ എന്ന് പറഞ്ഞാൽ നീക്കി എന്നാണ് ശരിക്കും അർത്ഥം. അള്ളാഹുവിനൊരു കുറവുമില്ല എന്നൊരു അടിമയുടെ മനസ്സിലുണ്ടായാലേ അള്ളാഹുവിന് മഹത്വം ഉണ്ടാവും. എന്റെ റബ്ബിന് യാതൊരുവിധ ന്യൂനതയും ഇല്ല, ന്യൂനതകളില്ലാത്തവനാണ് റബ്ബ്. ആ ചിന്ത എപ്പോഴും നമുക്ക് അള്ളാഹിനെ കുറിച്ച് വേണം. എന്റെ റബ്ബിന് ഒരു ന്യൂനതയും ഇല്ല, അള്ളാഹു ഒരു നിലക്കൊരു കുറവില്ല. അള്ളാഹിന്റെ പ്രവൃത്തികളിൽ ന്യൂനതയില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ന്യൂനതകളില്ല, അള്ളാഹുവിന്റെ റാത്തിൽ അള്ളാഹുവിന്റെ സത്തയിൽ അള്ളാഹുക്ക് ന്യൂനതകളില്ല, അള്ളാഹുവിന്റെ സംസാരത്തിൽ ന്യൂനതയില്ല, ഒന്നിലും അള്ളാഹുക്ക് നഖ്സ് കുറവില്ല. നമ്മൾ പറയലോ, അറിയാതെ പോലും അള്ളാഹിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യരുത്. അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? പഠിച്ചോന് എന്നോട് അങ്ങനെ ചെയ്യാൻ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എങ്ങനെയാണ് നന്നായിനെ ഇതാകണം ഇല്ല. അള്ളാഹിന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യരുത്, ചോദ്യം ചെയ്യരുത്. അള്ളാഹിന്റെ പ്രവൃത്തികളിൽ ന്യൂനതകൾ ഉണ്ടാകൂല. അതിന് കൃത്യമായ ഹിക്മത്ത്, ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ കരി അനങ്ങുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ കൃത്യമായ ഹിക്മത്ത് ലോകരക്ഷിതാവായ റബ്ബിന് കൃത്യമായിട്ടുണ്ടാകും. അത് അള്ളാഹിനെ പഠിച്ചാലേ നമുക്ക് അള്ളാഹിനെ ബോധ്യപ്പെടും. അള്ളാഹിനെ അറിയുന്ന ആൾക്ക് അള്ളാഹിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് സുജൂദ് റുക്കുഉം ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരം റുക്കുഉം സുജൂദും ചെയ്യുന്നുണ്ട്, ശരിയാണ്. നമ്മൾ ഖൽബുകൊണ്ട് എപ്പോഴെങ്കിലും എന്റെ റബ്ബിന് ഹൃദയം കൊണ്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം, റുക്കുഉ ചെയ്യണം, എന്റെ അള്ളാഹിന്റെ മുമ്പിൽ കുമ്പിടണം, അള്ളാഹിനോട് ബഹുമാനം കാണിക്കണം, അള്ളാഹിനോട് സ്നേഹം കാണിക്കണം, എന്റെ തെറ്റുകളെ ഏറ്റു പറയണം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നണം. ഖൽബുകൊണ്ട് തോന്നണം, ഹൃദയം കൊണ്ട് തോന്നണം. നമ്മൾക്ക് പലതിനോടും താല്പര്യമുള്ളത് പോലെ തന്നെ നിസ്കാരത്തോടും റുക്കുഉവിനോട് സുജൂദിനോട് നമുക്ക് താല്പര്യം ഉണ്ടാക്കിയെടുത്താൽ അത് വല്ലാത്തൊരു നിഅമത്തായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
നമ്മൾ ചെല്ലുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അസീം, അതൊരു ശരിക്ക് എന്താണെന്ന് ഉദ്ദേശിച്ചത്, അതിന്റെ അർത്ഥം എന്താ? പിന്നെ ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുമെന്നാണ്. ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തും. എന്റെ അള്ളാഹു എല്ലാ നിലക്കും പരിപൂർണനും ശുദ്ധിയുള്ളവനുമാണ്. ഒരു നിലക്കുമുള്ള കുറവോ ന്യൂനതകളോ അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കൂടെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരുണ്ടാവാൻ പാടില്ല, അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടാവാൻ പാടില്ല, അതുപോലെ അള്ളാഹ്ക്ക് സമന്മാരുണ്ടാവാൻ പാടില്ല, അള്ളാഹുവിനെ പോലെ വേറെ ആരുണ്ടാവാൻ പാടില്ല. എല്ലാ നിലക്കും അള്ളാഹു പരിശുദ്ധിയുള്ളവനാണ്. അള്ളാഹിന്റെ പ്രവൃത്തിനെ നമ്മൾ പരിശുദ്ധിപ്പെടുത്താണ് ചെയ്യുന്നത്. സുബ്ഹാന റബ്ബിയൽ അസീം, അസീമായ എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുന്നു. ഞാൻ അല്ലാഹുവിനെ പ്രത്യേകമായി പരിശുദ്ധിപ്പെടുത്തുന്നു. സുബ്ഹാന റബ്ബിയൽ അസീം, അസീമായ റബ്ബിനെ. അസീം എന്ന് പറയുന്ന അർത്ഥം അല്ലാഹുവിന്റെ നാമം നമ്മൾ പഠിക്കണം കേട്ടോ. ഒരു ദിവസം റമദാൻ നിങ്ങൾ നിയ്യത്ത് വെച്ചാളി, അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം അള്ളാഹിന്റെ ഒരു പേരെങ്കിലും നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റം ഉണ്ടാവും. അസീം, എന്താ അസീം എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവനാണ്, അവമത്തുള്ളവൻ, ഗാംഭീര്യമുള്ളവൻ, മഹത്വമുള്ളവൻ. നമ്മള് ഭയങ്കരമായ സംഭവങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ കണ്ണു തുറക്കുക, ഓ എന്താണത് എന്നൊക്കെ ചോദിക്കുക. അതിനേക്കാൾ നമ്മൾ മഹത്വം കാണിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അവമത്വം നമുക്ക് മനസ്സിലാവൂല. അള്ളാഹുവിന്റെ ഗാംഭീര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത് അത്ര വലുതാണ്, എത്രയോ വലുതാണ് അവമത്വം. ആ റബ്ബിന്റെ മുമ്പിൽ കുമ്പിടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ അള്ളാഹിന്റെ സൃഷ്ടികളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച വലിയ സംവിധാനങ്ങൾ നോക്കിയാൽ മതി. ഈ വലിയ ഗാലക്സികളും അതേപോലെ തന്നെ അതിലെ ഗ്രഹങ്ങളും അതിന്റെ ഓർബിറ്റുകളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹിന്റെ അവമത്വം നമുക്ക് ബോധ്യപ്പെടും. ആ അവമത്വം, അള്ളാഹുവിന്റെ ആ മഹത്വം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് പറയും സുബ്ഹാന റബ്ബിയൽ അസീം, ഞാൻ അള്ളാഹിനെ പരിശുദ്ധിപ്പെടുത്തുന്നു, എന്റെ റബ്ബിനെ ഞാൻ എന്ത് ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്കാണി, എന്റെ സുഹൃത്തുക്കളെ കേൾക്കുന്നവരെ നമ്മൾ ആലോചിച്ച് നോക്കാണി, അള്ളാഹുവിനോട് നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം നമ്മൾ അറിഞ്ഞിരുന്നു. നമ്മൾ നിസ്കാരം എത്ര വട്ടം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നമ്മൾ 13 ചൊല്ലല്ലേ? ആ ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ അർത്ഥം അറിഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. അതാണ് റസൂലുള്ളാഹ് നമ്മൾ പറഞ്ഞല്ലോ. റസൂലുള്ളാഹ് പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഒരാൾ രാവിലെ 100 വട്ടം ചൊല്ലിയാല് അയാൾക്ക് കടലിലെ നുര പോലെ പാപങ്ങൾ ഉണ്ടെങ്കിൽ ചെറുപാപങ്ങൾ അല്ലാഹ് എന്ത് ചെയ്യും? പുറത്തു. പക്ഷെ നമ്മൾ അർത്ഥം ചൊല്ലിയാലാണ് അതിന് പൂർണ്ണമായ പ്രതിഫലം കിട്ടുക. ഏതും അങ്ങനെ തന്നെയാണ്. നിസ്കരിച്ചാൽ അല്ലാഹ് തെറ്റും തടയുന്നതാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പക്ഷെ ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ തെറ്റിലേക്ക് പോകാനുള്ള കാരണം എന്താ? നിസ്കാരം ആയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ സുബ്ഹാന ചൊല്ലുമ്പോ അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ നമ്മൾ ചൊല്ലുക. സുബ്ഹാന റബ്ബിയൽ അസീം, മഹത്വ സമ്പൂർണനായ ഉടയവനായ റബ്ബിനെ, എന്റെ രക്ഷിതാവിനെ, എന്നെ പടച്ചവനെ, എന്നെ നിയന്ത്രിക്കുന്നവനെ, എന്നെ ഉടമപ്പെടുത്തുന്നവനെ, എനിക്ക് റിസ്ക് നൽകുന്ന അള്ളാഹുവിനെ, എന്റെ റബ്ബിനെ ഞാൻ പുകഴ്ത്തുന്നു. ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. അള്ളാഹുവിന് യാതൊരുവിധ ന്യൂനതകളുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനാണ് തസ്ബീഹ്. തസ്ബീഹ് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. സുബ്ഹാന റബ്ബി, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കലിമത്തുകൾ 4 ഖുർആൻ കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകൾ ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 കലിമത്തുകൾ. നമ്മൾ എപ്പോഴും ചൊല്ലേണ്ടതാണ്. ബാഖിയാത്തുസ് സ്വാലിഹാത്താണ്. നമ്മൾ മരിച്ചാലും ബാഖിയാകുന്ന കർമ്മങ്ങളാണിത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റമദാൻ മാസത്തിലൊക്കെ പ്രത്യേകം കുറെ വർദ്ധിപ്പിക്കുക. അങ്ങനെ നമ്മൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ അല്ലാഹുവിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകും. വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവന്റെ സ്തുതിയോടൊപ്പം ഞാൻ പുകഴ്ത്തുന്നു. ശരിക്ക് പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധിപ്പെടുത്തുന്നതാണ്. പരിശുദ്ധിപ്പെടുത്തുമ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാവിധ ന്യൂനതകളും നമ്മൾ ഇല്ലാന്ന് പ്രഖ്യാപിച്ചു. ഹംദ് പറയുമ്പോ അള്ളാഹ്ക്ക് എല്ലാവിധ സർവ്വ ഗുണങ്ങളും, ഏറ്റവും നല്ല ഗുണങ്ങൾ ആർക്കാണ്? അള്ളാഹ്ക്കാണ്. റഹ്മത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥ അള്ളാഹ്ക്ക് മാത്രം. ഹബ്ബിന്റെ ഏറ്റവും വലിയ അവസ്ഥ അള്ളാഹ്ക്ക്. എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടോ, പൂർണ്ണതകളുണ്ടോ, പൂർണ്ണതയുടെ പൂർണ്ണത ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആല. അൽ കമാലുലില്ലാ. അതാണ് ഹംദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹംദ് അള്ളാഹുവിനെ സ്തുതിച്ച് പുകഴ്ത്തലുകൾക്ക് അർഹമായ എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് വകവെച്ചു കൊടുക്കലാണ്. തസ്ബീഹ് അള്ളാഹ്ക്ക് ഒരുവിധ ന്യൂനതയുമില്ല എന്ന് പ്രഖ്യാപിക്കലാണ്. ഇത് അള്ളാഹിനെ അറിഞ്ഞ ഒരാൾക്ക് മനസ്സറിഞ്ഞ് ചൊല്ലാൻ പറ്റുള്ളൂ. സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എന്ന് നമ്മൾ ചൊല്ലാം. അതേപോലെ തന്നെ സുബ്ഹാനകല്ലാഹുമ്മ
അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, നിന്നെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുന്നു. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വബിഹംദിക നിന്നെ അതോടുകൂടി ഞങ്ങൾ പുകഴ്ത്തുകയും ചെയ്യുന്നു, നിന്റെ ഹംദ് പറയുന്നു, സ്തുതിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പ്രഖ്യാപിക്കലാണ് മറ്റൊരു ദിക്ർ. സുബ്ബൂഹൻ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, ഖുദ്ദൂസുൻ അല്ലാഹു എത്ര ശുദ്ധിയുള്ളവനാണ്. റബ്ബുൽ മലായികതി വറൂഹ് മലക്കുകളുടെയും അർറൂഹ് എന്ന് പറയുന്ന ജിബ്രീലിന്റെയും രക്ഷിതാവാണ് അല്ലാഹ്. ഇതും റുകൂയിലുള്ള ദിക്റാണ്. റുകൂയിൽ ഇനി വേറെ ദിക്റുണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅലക സമഈ വബസരി വമുഖി വഅദമി വഅസബി. അല്ലാഹുവേ നിനക്ക് മുമ്പിൽ ഞാൻ റുകൂ ചെയ്യുന്നു, നിന്നെ വിശ്വസിച്ചിരിക്കുന്നു, നിന്നിൽ വരമേൽപ്പിക്കുന്നു. അല്ലാഹുവേ എന്റെ ഖശഅലക സമഈ എന്റെ കേൾവിയും എന്റെ കാഴ്ചയും എന്റെ അവയവങ്ങളും എന്റെ ഞരമ്പും ഒക്കെ എന്റെ മുഖവും എന്റെ മജ്ജയും ഒക്കെ നിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുന്നു അല്ലാഹ്. ഇതൊക്കെ റുകൂയിലുള്ള ദിക്റാണ്. നമ്മൾ ഈ പ്രാർത്ഥനാ ദിക്റിന്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ദിക്റുകൾ. നമ്മളിത് മനസ്സറിഞ്ഞ് ചൊല്ലുമ്പോൾ അള്ളാഹിനോട് നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ബഹുമാനം തോന്നും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ റുകൂയിൽ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നിസ്കാരത്തിന്റെ ഭാഗങ്ങൾ പറയണം. അത് കഴിഞ്ഞ് നമുക്ക് നിസ്കാരം ഒന്ന് നിസ്കരിച്ച് കാണിക്കണം. നിസ്കാരത്തിന്റെ ഓരോ അവയവങ്ങളും എങ്ങനെയാണ് വെക്കേണ്ടത്, എവിടെ വെക്കണം, എങ്ങനെ നിൽക്കണം എന്നുകൂടി നമുക്ക് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ എനിക്കും കേൾക്കാനും പഠിക്കാനും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അപാകതകൾ അല്ലാഹു പുറത്തെടുക്കുമാറാകട്ടെ. ഫാത്തിഹ അത് കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പകർത്താനും ഫാത്തിഹയുടെ അർത്ഥതലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും ലോകമാന്യതയിൽ നിന്നും ഞാൻ വലിയ ആളാണ് എന്നുള്ള താൻ പോരായ്മയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹാദാ വല്ലാഹു അലം വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന ഹബീബിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.